Hello dear students, welcome back to mathematics class. Today we are going to discuss the second part of applications of derivatives. Okay, അപ്പോൾ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെ കോൺസെപ്റ്റ്സ് ആണെന്ന് നോക്കാം. The intervals of an increasing and a decreasing function. അതുകൂടാതെ മാക്സിമ അല്ലെങ്കിൽ ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ ഓഫ് എ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യും. പിന്നെ അതുപോലെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ അബ്സല്യൂട്ട് മാക്സിമ ആൻഡ് അബ്സല്യൂട്ട് മിനിമ ഓഫ് എ ഫംഗ്ഷനും കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സെക്ഷനിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് മൂവ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഈ ടൈപ്പ് പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യും, അതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റുമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ വർക്കിംഗ് റൂൾ എങ്ങനെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനുശേഷം പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, അതായത് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും. റൈറ്റ് ദ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആൻഡ് ദ ഗിവൺ ഇൻ്റർവെൽ. ഓക്കെ, ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ആ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഡെറിവേറ്റീവിനെ സീറോയോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിനുള്ള വാല്യൂസ് കിട്ടും. അതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ്. അപ്പം അതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ഇൻ ദ ഗിവൺ ഇൻ്റർവെൽ ഫോർ വിച്ച് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ. എഫ് ഡാഷ് ഓഫ് എക്സിനെ, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവിനെ സീറോയോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന് വാല്യൂസ് കിട്ടും. ആ എക്സിൻ്റെ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റർവെൽസ്, സബ് ഇൻ്റർവെൽസ് നമ്മൾ ഫോം ചെയ്യണം. അതായത് നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് ആ നമ്പർ വരെ, ആ നമ്പർ തൊട്ട് നെക്സ്റ്റ് നമ്പർ വരെ, അല്ലെങ്കിൽ ആ നമ്പർ തൊട്ട് ഇൻഫിനിറ്റി, പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുക? ഇൻ്റർവെൽസ് കൺസ്ട്രക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം? എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സൈൻ ആ ഇൻ്റർവെലിൽ എങ്ങനെയാണ് എന്ന് ചെക്ക് ചെയ്യണം. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിനുശേഷം എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ വെച്ചിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആണോ ലെസ് ദാൻ സീറോ ആണോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് പറയും? ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ദ സബ് ഇൻ്റർവെൽ ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആകുന്നത് ഏത് ഇൻ്റർവെല്ലിലാണ്? എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ ആകുമ്പോൾ നമ്മൾ എന്തെന്ന് പറയും? ആ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ് എങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് പറയും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്നുള്ള കേസ് കൂടി വന്നാൽ നമ്മൾ എന്ത് പറയും? ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഓക്കെ, അതുപോലെ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ, ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ലെസ് ദാൻ സീറോ ആണ് എങ്കിൽ, അതായത് ഇൻ്റർവെൽസിലെ വാല്യൂ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ സീറോ ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെന്ന് പറയും ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ഓക്കെ, നമുക്കിനി അടുത്ത അബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ അബ്സല്യൂട്ട് മിനിമ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതും ഇത്രയേ ഉള്ളൂ. എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും എഫ് ഓഫ് എക്സ്. നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഡെറിവേറ്റീവിനെ സീറോയോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സിനുള്ള പോസിബിൾ വാല്യൂസ് കിട്ടും. അതാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. എന്നിട്ട് എന്ത് ചെയ്യണം? അബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ അബ്സല്യൂട്ട് മിനിമ ആകാൻ ചാൻസ് ഉള്ളത് ഈ ക്രിട്ടിക്കൽ പോയിന്റ്സും അതുപോലെ നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിൻ്റെ എക്സ്ട്രീം പോയിന്റ്സും ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്സിലും അതുപോലെ ഈ എക്സ്ട്രീം പോയിന്റ്സിലും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എങ്ങനെയാണ് എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സെക്കൻഡ് ഡെറിവേറ്റീവിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യണം? എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സീറോ ചെയ്യുമ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടും, എക്സിനുള്ള പോസിബിൾ വാല്യൂസ് കിട്ടും. ആ വാല്യൂസ് ഇൻ്റർവെല്ലിനുള്ളിലാണോ ലൈ ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്യണം. അതുകൂടാതെ ഗിവൺ ഇൻ്റർവെല്ലിൻ്റെ എക്സ്ട്രീം പോയിന്റ്സിൽ കൂടി എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുക. അതിൽ മാക്സിമം ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും എന്ത്? അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുന്നത്, അബ്സല്യൂട്ട് മാക്സിമം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അതുപോലെ എഫ് ഓഫ് എക്സിലേക്ക് ഈ പറഞ്ഞ ക്രിട്ടിക്കൽ പോയിന്റ്സും എക്സ്ട്രീം വാല്യൂസും ഒക്കെ, ആ വാല്യൂസൊക്കെ എന്ത് ചെയ്യുക? എഫ് ഓഫ് എക്സിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് മിനിമം വാല്യൂ കിട്ടുന്നതായിരിക്കും അബ്സല്യൂട്ട് മിനിമം എന്ന് പറയുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇതൊക്കെ. ഓക്കെ, ലാസ്റ്റ് പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിനെ കുറിച്ചാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിലൂടെ ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം, മാക്സിമം അല്ലെങ്കിൽ മിനിമം
ഓഫ് എ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇതേപോലെ ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും. ഫംഗ്ഷനിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ചെയ്യുമ്പം എക്സിനുള്ള പോസിബിൾ വാല്യൂസ് കിട്ടും. ആ പോസിബിൾ വാല്യൂസ് സെക്കൻഡ് ഡെറിവേറ്റീവിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനായിട്ട് എന്ത് ചെയ്യണം? സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിലേക്ക് എക്സിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിൽ മാക്സിമം വാല്യൂ ആകുന്നത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? ഫംഗ്ഷൻ മാക്സിമം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ മിനിമം ആണെന്ന് പറയും. ആ പോയിന്റിൽ അറ്റ് എക്സ് ഈക്വൽ ടു എത്രയാണോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത് ആ വാല്യൂവിൽ എന്തായിരിക്കും? ഫംഗ്ഷൻ മിനിമം ആയിരിക്കും. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. എഫ് ഡബിൾ ഡാഷ് ഓഫ് സി എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ലെസ് ദാൻ 0 വന്നു. എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ലെസ് ദാൻ 0. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്തെന്ന് പറയും? എഫ് ഹാസ് ലോക്കൽ മാക്സിമം. ലെസ് ദാൻ 0 ആണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ എന്തായിരിക്കും? അറ്റ് എക്സ് ഈക്വൽ ടു സിയിൽ ലോക്കൽ മാക്സിമം. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിൻ്റെ സിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? ലോക്കൽ മിനിമം. എവിടെ? അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന പോയിന്റിൽ. ഓക്കെ. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് സിയുടെ വാല്യൂ ഈക്വൽ ടു 0 വരുന്ന ഒരു കേസ് കൂടിയുണ്ട്. അങ്ങനെ 0 വന്നിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിൽ ഫംഗ്ഷൻ മാക്സിമവും അറ്റൈൻ ചെയ്യുന്നില്ല, മിനിമവും അറ്റൈൻ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ പറയുന്നത് എന്തെന്നാണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആ കേസിൽ എന്ത് ചെയ്യും? ഫെയിൽ ചെയ്യുമെന്നാണ് പറയുന്നത്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിന് നമുക്ക് കൺക്ലൂഷൻ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. ഫംഗ്ഷൻ മാക്സിമം ആകുന്നുണ്ടോ മിനിമം ആകുന്നുണ്ടോ എന്നൊരു കൺക്ലൂഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. അതായത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിൽസ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിലേക്ക് ഗോ ബാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ആ ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണോ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ 0 ആയത്, അപ്പോൾ നമ്മൾ എന്ത് പറയും? ആ പോയിന്റിൽ ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ ഡസ് നോട്ട് അറ്റൈൻസ് ഇറ്റ്സ് മിനിമം ഓർ മാക്സിമം അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ എന്താണ്? ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഓക്കെ. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. The function f of x is equal to x cube minus 3x square plus 12x minus 18 is strictly decreasing on R, strictly increasing on R, neither strictly increasing nor strictly decreasing on R, strictly decreasing on open interval minus infinity, 0. ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അതായത് ഈ ഫംഗ്ഷൻ ഇതിൽ ഏത് കാര്യമാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നാണ് നോക്കേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യാൻ പോവാണ്. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുക. എഫ് ഡാഷ് ഓഫ് എക്സ്, എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ മൈനസ് 3 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 3 ഇൻറ്റു 2x. അത് നമുക്ക് എങ്ങനെ എഴുതാം? 6x പ്ലസ് 12. ഇനി എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡെറിവേറ്റീവിനെ 0യോട് ഇക്വേറ്റ് ചെയ്യുക. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എങ്ങനെ എഴുതാൻ പറ്റും? 3നെ ഔട്ട് സൈഡ് എടുക്കുവാണെങ്കിൽ 3 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0. ഇനി 3നെ 0യോട് ഇക്വേറ്റ് ചെയ്താൽ എന്തെന്ന് വരും? 0 ആയി പോകും. അതായത് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0 എന്നൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടി. ഇനി അതെങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുവാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് നമുക്ക് ഇങ്ങനെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടി. 2x പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0. നോക്കിയപ്പോഴത്തേക്കും 4 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? 4 എന്ന് പറഞ്ഞ നമ്പറിനെ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് -2 എന്ന് പറഞ്ഞ നമ്പർ സം ഓഫ് 2 നമ്പേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഒന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്. നമുക്ക് എങ്ങനെ എഴുതാമല്ലോ ഇത്? ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 എന്താണെന്നറിയാം അല്ലേ? അതുപോലെ 1ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 4 വരുന്നത്? 3യും കൂടെ ആഡ് ചെയ്താൽ ഈക്വൽ ടു 0. ഇനി നോക്കിക്കേ. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ഈ സെക്ഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇത്രയും പോർഷൻ x minus 1 the whole square plus 3
ഈക്വൽ ടു 0 എന്നാണ് വന്നിരിക്കുന്നത്. ഇനി നോക്കിക്കേ, ഈ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആണോ? ഈക്വൽ ടു 0, 0യോട് ഇക്വേറ്റ് ചെയ്യുക. അതുപോലെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് x-1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? ഏതോ നമ്പറിന്റെ സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്തായിരിക്കും? ഉറപ്പായിട്ടും പോസിറ്റീവ് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ? 0യോ ഏറ്റവും മിനിമം പോസിബിലിറ്റി എന്താണ്? 0 ആവുക എന്നുള്ളതാണ് ഏറ്റവും മിനിമം പോസിബിലിറ്റി. അതായത് 1 ആണ് എക്സിന് വരുന്നത് എങ്കിൽ 1 - 1 0 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 തന്നെ. 0യോ അല്ലെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവ് നമ്പറിന്റെ സ്ക്വയർ വന്നാലും പോസിറ്റീവ് നമ്പറിന്റെ സ്ക്വയർ വന്നാലും പോസിറ്റീവ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് ഫസ്റ്റ് സെക്ഷൻ. നെക്സ്റ്റ് ടൈം ഏതാണ്? 3 എന്ന് പറയുന്നത് ഉറപ്പായിട്ട് എന്താ? 0യേക്കാൾ ഗ്രേറ്ററാണ്. അപ്പോൾ നമുക്ക് കിട്ടി. ഇപ്പം നമ്മൾ ഈ കണ്ടുപിടിച്ചത് എന്താ? ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂവാണ്. ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂവിനെ ഓക്കെ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ആണ്. നോക്കിക്കേ, f'(x)ന്റെ വാല്യൂ എന്ന് പറഞ്ഞത് 3നെ 0യോട് ഇക്വേറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആ സെക്ഷൻ കൂടി നമുക്ക് നിർത്താം. x-1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 3 എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ആണല്ലോ. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? ഫംഗ്ഷൻ f'(x) ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? f'(x) 0 ആകുന്ന എപ്പോഴാ? f'(x) ഗ്രേറ്റർ ദാൻ 0 when f(x) is strictly increasing. എപ്പോൾ? ഇൻ്റർവെല്ലിൽ. ഇവിടെ പ്രത്യേകിച്ച് ഇൻ്റർവെൽ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്മുടെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, ആ റിയൽ നമ്പേഴ്സിൽ എല്ലായിടത്തും സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ r എന്ന് പറയാം അല്ലേ? അപ്പം കിട്ടിയല്ലോ. ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി? ഒരു പെർഫെക്റ്റ് സ്ക്വയർ പ്ലസ് എ പോസിറ്റീവ് നമ്പർ എന്ന് വന്നു. അപ്പോൾ നമുക്ക് എന്തെന്നാണ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്? ദിസ് ഈസ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് f'(x) ഗ്രേറ്റർ ദാൻ 0. Therefore f(x) is strictly increasing on r എന്ന് കിട്ടി. അപ്പോൾ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? സെക്കൻഡ് ഓപ്ഷൻ അല്ലേ? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ r. അടുത്ത ക്വസ്റ്റ്യൻ. f(x) is equal to, show that f(x) is equal to e raised to x minus e raised to minus x plus x minus tan inverse x is strictly increasing in its domain. ഈ ഡൊമൈനിൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ് എന്നാണ് കാണിക്കേണ്ടത്. അതായത് f'(x)ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് f'(x)ന്റെ വാല്യൂ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. f'(x) e raised to x-ന്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്? e raised to x തന്നെ മൈനസ് e raised to minus x-ന്റെ ഡെറിവേറ്റീവ് e raised to minus x തന്നെ ഇൻറ്റു മൈനസ് x-ന്റെ ഡെറിവേറ്റീവ് എത്രയാണ്? -1 പ്ലസ് x-ന്റെ ഡെറിവേറ്റീവ് എന്താണ്? x-ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 മൈനസ് ടാൻ ഇൻവേഴ്സ് x-ന്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി നോക്കിക്കേ, e raised to x മൈനസും കൂടെ വന്ന് എന്തായി? പ്ലസ് ആയി. e raised to minus x-നെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? e raised to minus x എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? വേണമെങ്കിൽ 1 ഡിവൈഡഡ് ബൈ e raised to x എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ അതെങ്ങനെ എഴുതുന്നു? e raised to x പ്ലസ് ഈ സെക്ഷൻ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 1 × 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വന്നു. 1ഉം ക്യാൻസലായി. എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന ടൈമായി അല്ലേ? e raised to x പ്ലസ് 1/e raised to x പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വന്നു. നോക്കിക്കേ, ഇനി ഓരോ ടേംസും ഒന്ന് നോക്കിക്കേ. e raised to x-ന്റെ വാല്യൂ 2 പോയിന്റ് സംതിങ് അല്ലേ? e raised to x-ന്റെ വാല്യൂ എത്രയാണ്? 2.73 അങ്ങനെ എന്തുവാ? 2 പോയിന്റ് സംതിങ് ആണ്. ഓക്കെ, 1/e raised to x-ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.3 സംതിങ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും എന്താണ്? e raised to x-ന്റെ വാല്യൂവും പോസിറ്റീവാണ്. 1/e raised to x-ന്റെ വാല്യൂവും എന്താണ്? പോസിറ്റീവാണ്. അടുത്ത ടൈം നോക്കിക്കേ, മൂന്നാമത്തെ ടൈം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അത് പോസിറ്റീവാണ്. ഡിവൈഡഡ് ബൈ 1 ഓൾറെഡി പോസിറ്റീവാ. 1 പ്ലസ് എക്സ് സ്ക്വയർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ f'(x)ന്റെ വാല്യൂ എന്താണെന്ന് കിട്ടി? ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ.
എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എങ്ങനെയായിരിക്കും? എഫ് ഓഫ് എക്സ് therefore f of x is strictly increasing in its domain എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്തില്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 sin x ഡിവൈഡഡ് ബൈ 2 പ്ലസ് കോസ് എക്സ് മൈനസ് എക്സ് ഈസ് ആൻ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ഓൺ എക്സ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0,π/2. 0,π/2 എന്ന ഇൻ്റർവെല്ലിൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇൻക്രീസിംഗ് ആണ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത് അല്ലേ? നോക്കാം നമുക്ക് ഇൻക്രീസിംഗ് ആണോ അല്ലയോ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലാണ് ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആകുന്നത്. അപ്പം എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, നോക്കിക്കേ, ന്യൂമറേറ്ററിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഡിനോമിനേറ്ററിലും ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കോഷ്യൻ്റ് റൂൾ അപ്ലൈ ചെയ്യണം. കോഷ്യൻ്റ് റൂൾ ഓർക്കുന്നുണ്ടോ? എന്താ എഴുതണ്ടേ? ഡിനോമിനേറ്റർ ഇൻറ്റു 2 പ്ലസ് കോസ് എക്സ് ആണ് ഡിനോമിനേറ്റർ, ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ്. ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 4 ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് മൈനസ്, നമ്മൾ ഈ ഒരു സെക്ഷൻ ആദ്യം ചെയ്യുന്നത് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്? ന്യൂമറേറ്റർ ഇൻറ്റു, ന്യൂമറേറ്റർ ഏതാണ്? 4 സൈൻ എക്സ് ആണ്, ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ്. 2ൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് 0 ആണ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സും ആണ്. ഡിവൈഡഡ് ബൈ, ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 2 പ്ലസ് കോസ് എക്സ് എന്ന് പറഞ്ഞ നമ്പറാണ്, അതിൻ്റെ സ്ക്വയർ. ഇനി മൈനസ് അടുത്ത ടേമാണ് എക്സ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1. ഇനി നോക്കിക്കേ, ഇനി നമുക്കിതൊന്ന് സോൾവ് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 2. 4 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 കോസ് എക്സ് പ്ലസ് 4 കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എക്സ് മൈനസ്, നോക്കിക്കേ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഒരു മൈനസ് ഉണ്ട്. മൈനസ് സൈൻ എക്സിൻ്റെ സൈനും നെഗറ്റീവ്, അപ്പോൾ മൈനസും മൈനസും കൂടി എന്തായി മാറി? പ്ലസ് ആയി. 4 സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 2 പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ മൈനസ് 1. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ രണ്ട് ടേമിൽ നിന്ന്, സെക്കൻഡ് ടേമിൽ നിന്നും തേർഡ് ടേമിൽ നിന്നും 4നെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്നുള്ള റിസൾട്ട് ഫോമിലല്ലേ വന്നത്? കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എത്രയാണ് വാല്യൂ? 1. അപ്പോൾ നമുക്ക് എത്രയാണെന്ന് കിട്ടും? 8 കോസ് എക്സ് പ്ലസ് 4 ഇൻറ്റു, എഴുതണം ആ സെക്ഷൻ. ആ സെക്ഷൻ എഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 4 ഇൻറ്റു കോസ് സ്ക്വയർ എക്സിൽ നിന്നും സൈൻ സ്ക്വയർ എക്സിൽ നിന്നും 4 ഔട്ട് സൈഡ് എടുത്തു. ഇങ്ങനെ വരും കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 1 എന്ന് പറയുന്നത് എന്താണ്? 4. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? 4 ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സിന് പകരം എത്രയെന്ന് എഴുതി? 4 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. ഡിവൈഡഡ് ബൈ 2 പ്ലസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യുന്നു? ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ആ -1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ സ്റ്റെപ്പിൽ തന്നെ എഴുതിയേക്കാം. മൈനസ് 2 പ്ലസ് കോസ് എക്സിൻ്റെ എക്സ്പാൻഷൻ എന്താ? 2 പ്ലസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 4 കോസ് എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്, ഇതാണല്ലോ എക്സ്പാൻഷൻ. ഇത് ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതുവാണ്. മൈനസ് ഓഫ് എന്നാണുള്ളത്, അപ്പോൾ എല്ലാത്തിൻ്റെയും നെഗറ്റീവ് ആകും. 4 മൈനസ് 4 കോസ് എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇനി ക്യാൻസലായി പോകുന്ന ടേംസ് ഏതൊക്കെയാണ്? ആ 4 - 4 ക്യാൻസലായി. ഇനി 8 കോസ് എക്സ് മൈനസ് 4 കോസ് എക്സ് എത്ര വരും?
8 cos xൽ നിന്ന് 4 cos x സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 cos x എന്ന് കിട്ടും അല്ലേ? ഓക്കെ, 4 cos x മൈനസ് cos സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് cos x ദ ഹോൾ സ്ക്വയർ. ഇനി ന്യൂമറേറ്ററി നമുക്ക് ആരെ കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തെടുക്കാം? cos x കോമൺ ആയിട്ട് പുറത്തെടുക്കാമല്ലോ. cos x ഇൻറ്റു 4 മൈനസ് cos x ഡിവൈഡഡ് ബൈ 2 പ്ലസ് cos x ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കിക്കേ, ഇനി ഇതിൻ്റെ ഇൻ്റർവെൽ നമുക്കറിയാം. cos xൻ്റെ വാല്യൂ ഈ പറഞ്ഞ 0,π/2 എന്ന ഇൻ്റർവെല്ലിൽ 0 തൊട്ട് cos 0യുടെ വാല്യൂ അറിയാം. cos 0 എത്രയാ? 1. പിന്നെ cos 30 അറിയാം, cos 60 അറിയാം. അങ്ങനെ 1ൽ നിന്ന് വാല്യൂ കുറഞ്ഞ് എത്രയിലേക്ക് പോകും? cos 90 എന്ന് പറഞ്ഞാൽ 0യിലേക്ക് പോകും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്ന എന്താണ്? 0യ്ക്കും 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു cos x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ആ ഇൻ്റർവെലിൻ്റെ ഉള്ളിൽ 0 തൊട്ട് π/2 വരെ ആംഗിൾസ് എടുക്കുമ്പോൾ, 0 തൊട്ട് 90 ഡിഗ്രി വരെ ആംഗിൾസ് എടുക്കുമ്പോൾ cos xൻ്റെ വാല്യൂ 0യ്ക്കും 1നും ഇടയ്ക്കായിരിക്കും ലൈ ചെയ്യുന്നത്. അതുപോലെ അപ്പോൾ ഈ സെക്ഷൻ്റെ വാല്യൂ എന്താണെന്നറിയാം? 0യ്ക്കും 90ക്കും ഇടയ്ക്ക്. ഓക്കെ, 0യ്ക്കും 1നും ഇടയ്ക്ക് ആയതുകൊണ്ട് cos xൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി നോക്കിക്കുക, അടുത്തത് 4 മൈനസ് cos x എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യണം. പോസിറ്റീവ് ആണോ? അതായത് f'(x)ൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്നാണ് നോക്കേണ്ടത്. ഇൻക്രീസിങ് ആണെന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 എന്ന് വരുത്തണം അല്ലേ? താഴത്തെ ഡിനോമിനേറ്റർ സെക്ഷൻ എങ്ങനെയാണ്? 2 പ്ലസ് cos x ദ ഹോൾ സ്ക്വയർ, പെർഫെക്റ്റ് സ്ക്വയറാണ്, അത് പോസിറ്റീവാണ്. അപ്പോൾ ഇനി ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് 4 മൈനസ് cos x ഏത് ഇൻ്റർവെലിൻ്റെ ഉള്ളിൽ ലൈ ചെയ്യുന്നു എന്നാണ് നോക്കേണ്ടത്. നോക്കിക്കേ, മൈനസ് cos x എന്നുള്ള സെക്ഷൻ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഇക്വാളിറ്റി റിവേഴ്സ് ആയി വരണം. നെഗറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഞാനിവിടെ -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. മൾട്ടിപ്ലൈയിങ് -1 യൂസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ വരും? ഇൻഇക്വാളിറ്റി റിവേഴ്സ് ആകും. അപ്പോൾ എങ്ങനെ വരും? 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് cos x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 എന്ന് വന്നു. ഇനി എന്ത് ചെയ്യണം? 4 മൈനസ് cos x എന്ന് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 4നെ ഇൻഇക്വാളിറ്റിയുടെ ഈ 3 സെക്ഷനിൽ എന്ത് ചെയ്യണം? മിഡിൽ സെക്ഷനിലും ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 4 ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ എഴുതിയ കാണത്തില്ല അല്ലേ? ഓക്കെ, ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് എഴുതാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു cos x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നറിയായിരുന്നു. എന്ത് ചെയ്തു? -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എങ്ങനെ വന്നു? 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് cos x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 എന്ന് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? 4 ആഡ് ചെയ്തു. ആഡിങ് 4 ആഡ് ചെയ്തപ്പോൾ എങ്ങനെ വന്നു? 4 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 മൈനസ് cos x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 മൈനസ് 3. ഓക്കെ, 4 പ്ലസ് -1 4 പ്ലസ് -1 എന്ന് വെച്ചാൽ എത്രയാ? 4ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യുക, 1 സബ്ട്രാക്ട് ചെയ്യുക. അതെത്ര എന്ന് വരും? നോക്കിക്കേ, 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 മൈനസ് cos x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 വിച്ച് ഇംപ്ലൈസ് ദാറ്റ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3ക്കും 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 മൈനസ് cos x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. 3ക്കും 4നും ഇൻ ബിറ്റ്വീൻ അല്ലേ 4 മൈനസ് cos xൻ്റെ വാല്യൂ ലൈ ചെയ്യുന്നത്? ഈ 3യും 4ഉം എന്താ? പോസിറ്റീവ് നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പറഞ്ഞ 3 ടേമുകൾ, ന്യൂമറേറ്ററിലുള്ള 2 ടേംസും അതുകൂടാതെ ഡിനോമിനേറ്ററിലുള്ള പെർഫെക്റ്റ് സ്ക്വയറും എല്ലാവരും എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? f'(x)ൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറയാമല്ലോ. f'(x) ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് f(x) എങ്ങനെയായിരിക്കും? f(x) ഇൻക്രീസിങ് ആയിരിക്കും. എവിടെ? ഈ പറഞ്ഞ ഡൊമൈനിൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0π/2ൽ 0π/2ലാണ് 0യ്ക്കും 1നും ഇടയ്ക്ക് cos x ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെന്ന് പറയുന്നു? ദാറ്റ് ഈസ് f'(x)ൻ്റെ വാല്യൂ നമുക്ക് ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടി. ദെയർഫോർ f(x) ഈസ് ഇൻക്രീസിങ്. എവിടെ? ഓൺ
ക്ലോസ്ഡ് ഇൻ്റർവെൽ 0,π/2. 0π/2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ 2x³ - 24x + 25 ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. ഈ പറഞ്ഞ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മളിപ്പോൾ കുറേ പ്രോബ്ലംസ് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് ചെയ്യാം. എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ എങ്ങനെ വരുന്നു എന്ന് നോക്കുവാണ്. 2x³ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2 × 3x² - 24. ഇനി എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂവിനെ 0 ഡിക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 3 2s are 6x². 6x² - 24 is equal to 0. Which implies that 6നെ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ എങ്ങനെ വരും? 6 × x² - 6 4s are അല്ലേ 24. അപ്പോൾ x² - 4 is equal to 0. x² - എന്തെന്ന് എഴുതാം? 2² എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? x² - 2² is equal to 0 എന്ന് വരും. 6നെ 0 ഡിക്വേറ്റ് ചെയ്യുമ്പോൾ ആ സെക്ഷൻ 0 ആയിപ്പോയി. 6 × x² - 2² is equal to 0. a² - b² എന്ന് പറഞ്ഞാൽ a + b × a - b. അപ്പോൾ എക്സിന് 2 വാല്യൂസ് കിട്ടുന്നു. x + 2 × x - 2 is equal to 0 എന്ന് വന്നു. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എക്സിൻ്റെ പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണ്? 2 ആൻഡ് -2 എന്ന് കിട്ടി. ഇനി നോക്കിക്കേ, എക്സിന് 2 വാല്യൂസ് കിട്ടി. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റർവെൽസ് കൺസ്ട്രക്ട് ചെയ്യണം അല്ലേ? നോക്കാം. ഇൻ്റർവെൽസ്. അടുത്ത ഹെഡിങ് എന്താ വേണ്ടത്? സൈൻ ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ്. അതങ്ങ് എഴുതിയേക്കാം. 6 × x + 2 × x - 2. ഇനി എന്താണ് എഴുതേണ്ടത്? നേച്ചർ ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ ഇൻ്റർവെൽസ് ഏതൊക്കെയാണെന്ന് എഴുതാൻ പോവാണ്. 0 തൊട്ട് ഈ നമ്മൾ എക്സിന് കിട്ടിയ വാല്യൂസിൽ ചെറിയ നമ്പർ വരെ. ചെറിയ നമ്പർ ഏതാ? -2. 0 to -2. 0 അല്ല, -∞ തൊട്ട്. നമ്പർ ലൈനിൽ നോക്കുമ്പോൾ എവിടെ വരുന്നത്? ലെഫ്റ്റ് എൻഡ് എന്ന് പറയുന്നത് എന്താണ്? -∞ -∞ to -2. ഇനി അടുത്തതോ? -2 തൊട്ട് 2 വരെ, 2 തൊട്ട് +∞ വരെ. അങ്ങനെ 3 ഇൻ്റർവെൽസ് നമുക്ക് കിട്ടി. ആ ഇൻ്റർവെൽസിൽ എഫ് ഓഫ് എക്സിൻ്റെ സൈൻ, എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സൈൻ എങ്ങനെയാണ് എന്ന് നോക്കണം അല്ലേ? അപ്പോൾ നെഗറ്റീവ് നമ്പർ -3 നോക്കുവാണ്. -2ൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളൊരു നമ്പർ -3 എടുത്തു. -3 എടുക്കുമ്പോൾ എങ്ങനെ വരും? 6 × 6 ഓൾറെഡി പോസിറ്റീവാണ്. എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സൈനാണ് നോക്കുന്നത്. -3 + 2. -3 + 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? -1 എന്ന് വരും അല്ലേ? അതായത് നെഗറ്റീവ് ആ സൈൻ വരുന്നത്. ഓരോ ഫാക്ടറിൻ്റെ അകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തത് -3 - 2 എന്ന് കൊടുത്താൽ, അതായത് ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്തെന്ന് കൊടുക്കുന്നു? എക്സിൻ്റെ സ്ഥാനത്ത് ഞാനിവിടെ കാണിക്കാം. താഴേക്ക് എഴുതി കാണിക്കാം. x + 2 × x - 2 × 6 എന്നാണ് എഫ് ഡാഷ് ഓഫ് എക്സ് കിടക്കുന്നത് അല്ലേ? 6 എന്ന് പറഞ്ഞാൽ ഓൾറെഡി പോസിറ്റീവ് ആണെന്നറിയാം. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട. ഓരോ ഫാക്ടറിലേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ട് കൊടുക്കുന്നു? ഈ -2ൻ്റെ പുറകിലുള്ള ഏതെങ്കിലും നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ -3 എടുത്തു. -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എങ്ങനെ വരും? -3 - 2. -3 + 2. -3 + 2 എന്ന് പറഞ്ഞാൽ എന്താ? -1 എന്നാണ് വരുന്നത്. നമ്പർ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അതൊരു നെഗറ്റീവ് നമ്പറാണ് കിട്ടി. നെഗറ്റീവ്. അടുത്തതോ? -3 - 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? -5 എന്നാണ് വരുന്നത് അല്ലേ? -3 - 2 എന്ന് പറഞ്ഞാൽ -5 എന്നാണ് വരുന്നത്. അതും ഒരു നെഗറ്റീവ് നമ്പറാണ്. അപ്പം ഞാൻ എന്തെന്ന് എഴുതി? അത് നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ കൊടുത്തു. 2 നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്താ വരുന്നത്? -× -. എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവാണ്. പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? 0യേക്കാൾ വലുതല്ലേ? > 0. അതായത് എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? > 0 ആണ്. മനസ്സിലായോ?
രണ്ട് ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എന്തിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? എഫ് ഡാഷ് ഓഫ് എക്സിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മളിങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത ആ ഇൻ്റർവെൽസിലെ ഒരു പോയിന്റ് എടുത്തു. ആ നമ്പർ എന്ത് ചെയ്ത് കൊടുത്തു? ഓരോ ഫാക്ടേഴ്സിലേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഇവിടെ ചെയ്തത്. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു -3 എന്ന് പറഞ്ഞ പോയിന്റിൽ ഏത് ഇൻ്റർവെല്ലിലെ പോയിന്റാണ് -3? -∞, -2 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിലെ ഒരു പോയിന്റാണ് എക്സ് ഇസ് ഈക്വൽ ടു -3 എന്ന് പറയുന്നത്. -3 നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു? എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഓരോ ഫാക്ടറിൻ്റെ അകത്തേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി? ആദ്യത്തെ ഫാക്ടറിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴും ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടിയത്. രണ്ടാമത്തെ ഫാക്ടറിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴും നെഗറ്റീവ് വാല്യൂ കിട്ടിയത്. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും? സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. Therefore, f of x എങ്ങനെയാണ്? f of x is strictly increasing. ഓക്കെ, അടുത്ത നോക്കിക്കേ. -2 തൊട്ട് 2 വരെ രണ്ടുപേരുടെ ഇടയ്ക്കുള്ള നമ്പർ അല്ലേ? 0 എന്നിട്ട് കൊടുത്തു നോക്കിയേ. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 0 + 2 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. അടുത്തത് 0 -2 എന്ന് കിട്ടും, നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും വന്നാൽ പോസിറ്റീവ് നമ്പറിൻ്റെ നെഗറ്റീവ് നമ്പറിൻ്റെ പ്രോഡക്റ്റ് എന്താ? മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് പറഞ്ഞാൽ മൈനസാണ്. ഇനി ഒരു നമ്പറും കൂടെ ഒന്ന് നോക്കിയേക്കാം കൺഫേം ചെയ്യാനായിട്ട്. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെ വരും? 1 + 2 എന്ന് പറഞ്ഞാൽ 3, പോസിറ്റീവ്. പിന്നെ എന്ത് വരുന്നു? 1 - 2 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്, -1 വരുന്നത്. അപ്പം എല്ലായിടത്തും എങ്ങനെയാണ് വരുന്നത്? പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവും തന്നെയാണ് വരുന്നത്. നെഗറ്റീവാണ് വരുന്നത്. നെഗറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് ദാൻ 0 ആണ്. എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? എഫ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ് എന്ന് പറയൂ അല്ലേ? എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഈ മിഡിൽ ബോക്സിൽ എഴുതിയിരിക്കുന്ന എന്താ? എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സൈനിനെ കുറിച്ചാണ് പറയുന്നത്. എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എങ്ങനെയായിരിക്കും? ഡിക്രീസിങ് ആയിരിക്കും. അടുത്ത നോക്കിക്കേ. ടു ഇൻഫിനിറ്റി പോസിറ്റീവ് നമ്പർ. 2ൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള ഏത് നമ്പർ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നിരിക്കട്ടെ. 5 + 2 എന്ന് പറഞ്ഞാൽ 7, പോസിറ്റീവ് നമ്പറാണ്. അടുത്തതോ 5 - 2 3, അതും പോസിറ്റീവ് നമ്പറാണ്. പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവാ, ഗ്രേറ്റർ ദാൻ 0. എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എങ്ങനെയായിരിക്കും? എഫ് ഓഫ് എക്സ് ഇൻക്രീസിങ് ആയിരിക്കും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഏതൊക്കെ ഇൻ്റർവെൽസിലാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകുന്നത്, ഏതൊക്കെ ഇൻ്റർവെൽസിലാണ് ഫംഗ്ഷൻ ഡിക്രീസിങ് ആകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെന്ന് എഴുതണം? Therefore, എഫ് ഓഫ് എക്സ് ഈസ്, ഇതൊക്കെ എറേസ് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മൾ എന്തെന്ന് എഴുതുന്നു? എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിങ്. ഏതൊക്കെ ഇൻ്റർവെൽസിലാണ്? 2 ഇൻ്റർവെൽസ് ഉണ്ടല്ലേ, ആദ്യത്തെയും അവസാനത്തെയും. നമ്മളപ്പോൾ എഴുതുന്നു therefore എഫ് ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് എഴുതിക്കണം കേട്ടോ. ഞാൻ ഇൻക്രീസിങ്ങിൻ്റെ സിമ്പിൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. എഫ് ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഇൻ ഏതൊക്കെ ഇൻ്റർവെൽസിലാണ്? -∞, -2. ഈ ഇൻ്റർവെല്ലിൽ മാത്രമാണോ? അല്ല, 2 ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലും ഉണ്ട്, 2 ഇൻ്റർവെല്ലും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ കാണിക്കണ്ടേ? യൂണിയൻ എന്ന സിമ്പൽ കൊടുക്കണം. -∞, -2 യൂണിയൻ 2 ഇൻഫിനിറ്റി, ഓപ്പൺ ഇൻ്റർവെൽ 2 ഇൻഫിനിറ്റി. ഈ 2 ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് ഇൻക്രീസിങ് ആണ്. ഇനി ഡിക്രീസിങ്ങോ? എഫ് ഓഫ് എക്സ് ഈസ് ഡിക്രീസിങ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ -2, 2. ഈ ഇൻ്റർവെല്ലിൽ എങ്ങനെയായിരിക്കും? ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ്ങും ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x² + 2x - 5 സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. ഏതൊക്കെ ഇൻ്റർവെൽസിലാണ് ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ആകുന്നത്? അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ, സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ 2x - 2 എന്ന് വരും. 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് 2x - 2 is equal to 0 implies 2x is equal to 2 implies എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. ഇനി ഈ വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ്റർവെൽസ് കൺസ്ട്രക്ട് ചെയ്യുന്നു. സൈൻ നോക്കുന്നു. ആരുടെ? എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സൈൻ എന്താണെന്ന് ചെക്ക് ചെയ്യുന്നു. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് കിട്ടിയത്?
2 ഇൻറ്റു എക്സ് മൈനസ് 1 എന്നാണ് കിട്ടിയത്. അതുപോലെ നേച്ചറും ചെക്ക് ചെയ്യുന്നു. ആരുടെ? എഫ് ഓഫ് എക്സിൻ്റെ നേച്ചറും ചെക്ക് ചെയ്യുന്നു. ഇൻ്റർവെൽസ് ഏതൊക്കെയാണ്? -∞ തൊട്ട് 1 വരെ, അതുപോലെ 1 to ഇൻഫിനിറ്റി വരെ. ഇനി നോക്കുന്നു 1ൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ 0 നോക്കാം. 0 - 1 എന്ന് പറഞ്ഞാൽ എന്താ? -1 ആണ് കിട്ടുന്നത്. -1 × 2 എന്ന് പറഞ്ഞാൽ -2. അപ്പം നെഗറ്റീവ് എന്ന് കിട്ടി. എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? <0 എഫ് ഡാഷ് ഓഫ് എക്സ് <0 ആണെങ്കിൽ ഡിക്രീസിങ്. ഇനി ഇവിടെ 1 to ഇൻഫിനിറ്റി 2 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. 2 - 1 എന്ന് പറഞ്ഞാൽ 1, 1 × 2 എന്ന് പറഞ്ഞാൽ 2, പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ >0 ആണ്. ഫംഗ്ഷൻ എങ്ങനെയാണ്? ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഇനി ഇൻക്രീസിങ്ങും ഡിക്രീസിങ് ആയിട്ടുള്ള ഇൻ്റർവെൽസ് പറയാലോ. പറയാം. നമുക്ക് പറയാം എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിങ് ഏത് ഇൻ്റർവെല്ലിലാണ്? ഓൺ ഓപ്പൺ ഇൻ്റർവെൽ 1 ഇൻഫിനിറ്റി. അടുത്തതോ എഫ് ഓഫ് എക്സ് ഈസ് ഡിക്രീസിങ് ഓൺ ഏത് ഇൻ്റർവെല്ലിലാണ്? -∞, 1 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ എങ്ങനെയാണ് ഫംഗ്ഷൻ? ഡിക്രീസിങ്ങുമാണ്. -∞, 1 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ ഡിക്രീസിങ്, 1 ഇൻഫിനിറ്റിയിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് നമ്മുടെ മാക്സിമം ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ, അതായത് മാക്സിമൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻക്രീസിങ് ഡിക്രീസിങ് എന്നുള്ള സെക്ഷൻ കഴിഞ്ഞു. ഇനി മാക്സിമം ആൻഡ് മിനിമ, ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമ. നോക്കിക്കേ. എ റെക്ടാങ്കുലർ പ്ലോട്ട് ഈസ് ടു ബി ഫെൻസ്ഡ് യൂസിങ് എ റോപ്പ് ഓഫ് ലെങ്ത് 20 meters. With one of its side is a wall as shown in the figure. Find the maximum area of such a rectangle. അപ്പോൾ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് നോക്കുന്നു? ഒരു റോപ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ റെക്ടാങ്കുലർ പ്ലോട്ടിനെ ഫെൻസ് ചെയ്തിരിക്കുക, വേലി കെട്ടിയിരിക്കുകയാണ്. വിത്ത് വൺ ഓഫ് ഇറ്റ് സൈഡ് ആ വോളാണ്. ഓക്കെ. ഫൈൻഡ് ദ മാക്സിമം ഏരിയ. റെക്ടാങ്കിളിൻ്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണെന്നറിയാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ ഏരിയ എന്ന് കിട്ടുന്ന ആ എക്സ്പ്രഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മാക്സിമൈസ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ നമുക്കിനി ഇത് വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലെങ്തിനെ നമുക്ക് എങ്ങനെ നൊട്ടേറ്റ് ചെയ്യാം? ലെങ്ത് എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ നൊട്ടേറ്റ് ചെയ്യുന്നു? എക്സ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സെക്ഷൻ എക്സ് എന്ന് എടുക്കാം. അപ്പോൾ എന്നാൽ ഈ സെക്ഷൻ ഞാൻ എക്സ് എന്ന് എടുക്കുവാണെങ്കിൽ, ബ്രെഡ് പോർഷൻ എക്സ് എന്ന് എടുക്കുവാണെങ്കിൽ, ഇപ്പുറത്തെ പോർഷൻ എത്രയായിരിക്കും? നേരെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ എന്ന റെക്ടാങ്കിളിൻ്റെ പ്രോപ്പർട്ടി അല്ലേ? അപ്പോൾ അതും എക്സ് ആയിരിക്കും. അടുത്തതോ ടോട്ടൽ എന്താണെന്ന് തന്നിട്ടുണ്ട്? 20 meters ഉള്ള റോപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഫെൻസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് വരുന്നത്? ടോട്ടൽ ഇതിൻ്റെ പെരിമീറ്റർ, ആ റോപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 20ആണ്. 20ൽ നിന്ന് എത്ര സബ്ട്രാക്ട് ചെയ്യണം? 20 മൈനസ് ഈ എക്സും റൈറ്റ് സൈഡിലുള്ള എക്സും സബ്ട്രാക്ട് ചെയ്യണം. എക്സ് പ്ലസ് എക്സ് അഥവാ 2x സബ്ട്രാക്ട് ചെയ്യുന്നു. നോക്കിക്കേ, ഇവിടുത്തെ ലെങ്ത് എത്രയാണ്? നമ്മളിപ്പോൾ ലെങ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത് 20 മൈനസ് 2x ആണ്. ബ്രെഡ്ത്ത് ആയിട്ട് എടുത്തിരിക്കുന്നത് എക്സും ആണല്ലേ? അപ്പോൾ ഏരിയയ്ക്കുള്ള എക്സ്പ്രഷൻ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? ഏരിയയ്ക്കുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, ഏരിയയുടെ ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് വിച്ച് ഈസ് ഈക്വൽ ടു, ലെങ്തിന് പകരം 20 മൈനസ് 2x ഇൻറ്റു എക്സ്. ഇനി ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേ. 20x മൈനസ് 2x സ്ക്വയർ. എന്താ ചെയ്യേണ്ടത്? ഏരിയ എക്സിലാണ് തന്നിരിക്കുന്നത്. എ ഓഫ് എക്സ് എന്ന് വേണമെങ്കിൽ എഴുതാം. ഈ എക്സ്പ്രഷനെ നമുക്ക് വേണമെങ്കിൽ എ ഓഫ് എക്സ് എന്ന് വിളിക്കാം. ഏരിയ മാക്സിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഡെറിവേറ്റീവ് >0. എന്നിട്ട് എന്ത് ചെയ്യണം? ആ എക്സിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടും. ആ വാല്യൂസ് സെക്കൻഡ് ഡെറിവേറ്റീവിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എന്താണ്? <0 വരുന്നത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. നോക്കാം നമുക്ക്. മാക്സിമൈസ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെടുക്കുന്നു? ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെക്ക് ചെയ്ത് നോക്കുന്നു. ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എത്രയെന്ന് വരുന്നു? 20 മൈനസ് 4x. ഓക്കെ. ഇനി എന്ത് നോക്കണം? എ ഡാഷ് ഓഫ് എക്സിനെ 0 ഇക്വേറ്റ് ചെയ്യണം. എന്നാലും നമുക്ക് എക്സിൻ്റെ പോസിബിൾ വാല്യൂസ് കിട്ടുന്നത്. എ ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് 20 മൈനസ് 4x ഈസ് ഈക്വൽ ടു 0 വിച്ച് ഈസ് ഈക്വൽ ടു 20 ഈക്വൽ ടു 4x എന്ന് എഴുതാം. 4 രണ്ടിടത്തുനിന്നും കട്ട് ചെയ്താൽ 5. എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടി? എക്സ് ഈസ് ഈക്വൽ ടു
എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി അല്ലേ? ഓക്കെ, ഇനി നോക്കിക്കേ, ഇനി എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? എ ഡബിൾ ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കണം അല്ലേ? സെക്കൻഡ് ഡെറിവേറ്റീവ് മാക്സിമം, ഫംഗ്ഷൻ മാക്സിമം ആകണമെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആകണം. എ ഡബിൾ ഡാഷ് ഓഫ് എക്സ് എങ്ങനെയാണെന്ന് നോക്കാം. എ ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് 0 ആണ്, മൈനസ് കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് 0 മൈനസ് 4xൻ്റെ ഡെറിവേറ്റീവോ 4. ഇത് -4 എന്ന് കിട്ടി. -4 എന്ന് പറയുന്നത് എന്താണ്? 0 - 4 എന്ന് പറഞ്ഞാൽ -4 ലെസ് ദാൻ 0. സെക്കൻഡ് ദെയർഫോർ എന്താണെന്ന് കിട്ടിയത്? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, എഫ് ഓഫ് എക്സ് ഇവിടെ എ ഓഫ് എക്സ് ആണേ. എഫ് ഓഫ് എക്സ് ഈസ്, ഡെഫിനിഷൻ എന്ന് പറയുന്നതേ ഉള്ളൂ, എഫ് ഓഫ് എക്സ് ഈസ് മാക്സിമം അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു, എക്സിന് കിട്ടിയ വാല്യൂ ഏതാ? 5. അപ്പോൾ നമുക്ക് എന്താ നോക്കണ്ടേ? എ ഓഫ് എക്സ്, ഏരിയ ഓഫ് റെക്ടാങ്കുലർ പ്ലോട്ട് മാക്സിമം ആകുന്നത് എപ്പോഴാണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുന്നു എ ഓഫ് എക്സ് ഈസ് മാക്സിമം. ഇതിനെ നമുക്ക് റീറൈറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഓഫ് എക്സിന് പകരം എന്തെന്ന് എഴുതാം? എ ഓഫ് എക്സ്, ഏരിയ ഓഫ് റെക്ടാങ്കുലർ പ്ലോട്ട് ഈസ് മാക്സിമം അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? എ ഓഫ് എക്സിലേക്ക് 5 എന്ന വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഏരിയ മാക്സിമം ആകുന്നത് എപ്പോഴാണ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മൾ എന്തെന്ന് ചെയ്യുന്നു? എ ഓഫ് 5 എത്രയാണെന്ന് ചെക്ക് ചെയ്യാൻ പോവാം. മാക്സിമം ഏരിയ എപ്പോഴാണെന്ന് ചെക്ക് ചെയ്യാൻ. അപ്പോൾ എ ഓഫ് 5ൻ്റെ വാല്യൂ എത്ര വരും? 20 മൈനസ്, ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി, 20x, അതായത് 20 ഇൻറ്റു 5 മൈനസ് 2 ഇൻറ്റു 5 സ്ക്വയർ. 20 ഇൻറ്റു 5 എത്രയാ? 100 മൈനസ് 5 സ്ക്വയറിൻ്റെ, 5 സ്ക്വയർ എന്ന് വെച്ചാൽ 5 5 25, 25ൻ്റെ ഡബിൾ 50 വിച്ച് ഈസ് ഈക്വൽ ടു 50 എന്ന് കിട്ടി. ഏരിയ അല്ലേ? ഏരിയയുടെ മാക്സിമം ആണ് നോക്കിയത്. അപ്പം ഏരിയയുടെ യൂണിറ്റ് എന്താ? മീറ്റർ. അപ്പം മീറ്റർ സ്ക്വയർ എന്ന് വന്നു. മീറ്റർ എന്ന് എടുക്കാൻ കാരണം എന്താ? നമ്മുടെ ആ പെരിമീറ്റർ എത്രയിലായിരുന്നു തന്നത്? പെരിമീറ്ററിൻ്റെ യൂണിറ്റ് റോപ്പിൻ്റെ ലെങ്ത് ഓഫ് റോപ്പിൻ്റെ വാല്യൂ എത്രയാണെന്നായിരുന്നു തന്നിരുന്നത്? ലെങ്ത് ഓഫ് റോപ്പ് 20 മീറ്റർ, അത് മീറ്ററിലാണ് തന്നത്. അതുകൊണ്ട് ഏരിയയുടെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ സ്ക്വയർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പം എന്താണെന്ന് നോക്കിയിട്ട് മാക്സിമം ഏരിയ ഓഫ് റെക്ടാങ്കുലർ പ്ലോട്ട് എന്ന് പറയുന്നത് എത്ര വരും? 50 മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് മാക്സിമം പ്രോഫിറ്റ് ദാറ്റ് എ കമ്പനി ക്യാൻ മേക്ക് ഇഫ് ദ പ്രോഫിറ്റ് ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, പ്രോഫിറ്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് മാക്സിമം ആകുന്നത്, അതായത് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമൈസ് ചെയ്യണം. ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഡെറിവേറ്റീവിനെ 0യോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പോസിബിൾ വാല്യൂസ് കിട്ടും. പി ഡാഷ് ഓഫ് എക്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 ആണ്, മൈനസ് 24xൻ്റെ ഡെറിവേറ്റീവ് 24 മൈനസ് 24 മൈനസ് 6 2s are 12x എന്ന് വന്നു. ഇനി എന്ത് ചെയ്യുന്നു? ഇതിനെ 0യോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? പി ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് മൈനസ് 24 മൈനസ് 12x ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എങ്ങനെ വരും? മൈനസ് 24 ഇസ് ഈക്വൽ ടു 12x. 12 കട്ട് ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു -2 എന്ന് കിട്ടും അല്ലേ? എക്സ് ഇസ് ഈക്വൽ ടു -2, എക്സിൻ്റെ വാല്യൂ -2 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുവാണ്. പി ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, പി ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്രയെന്ന് വരും? കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് 0 മൈനസ് 12 ലെസ് ദാൻ 0. സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആയാ. ലെസ് ദാൻ 0 ആണെങ്കിൽ എന്താണ്? മാക്സിമമാണ്. നമുക്ക് എന്ത് പറയാം? ദെയർഫോർ പി ഓഫ് എക്സ് ഈസ് മാക്സിമം അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു -2. ഇനി ആ മാക്സിമം വാല്യൂ എത്രയാണെന്ന് നോക്കണം. അതാ ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് മാക്സിമം പ്രോഫിറ്റ് ദാറ്റ് എ കമ്പനി ക്യാൻ മേക്ക്. മാക്സിമം പ്രോഫിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ദെയർഫോർ മാക്സിമം പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? പി ഓഫ് എക്സ് ഈക്വൽ ടു -2. എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? -2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു -2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പ്രോഫിറ്റ് ഫംഗ്ഷൻ എങ്ങനെയായിട്ട് മാറും? 41 മൈനസ് ആ തന്നിരിക്കുന്ന പി ഓഫ് എക്സിൻ്റെ അകത്ത് എക്സ് ഉള്ള പൊസിഷനിലൊക്കെ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? എക്സിൻ്റെ സ്ഥാനത്തൊക്കെ -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം.
24 into -2 minus 6 into -2 the whole square which is equal to, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണെന്ന് കിട്ടും? സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 41 മൈനസ് 24ൻ്റെ ഡബിൾ, മൈനസ് മൈനസും പ്ലസ് 24ൻ്റെ ഡബിൾ 48 ആണ്. അടുത്തതോ -2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, 6 4s are 24 -24, അതായത് 41ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 24 ആഡ് ചെയ്താൽ മതി. 24 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണെന്ന് കിട്ടും? 65. അപ്പം മാക്സിമം പ്രോഫിറ്റിൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടി? മാക്സിമം പ്രോഫിറ്റ് ദാറ്റ് എ കമ്പനി ക്യാൻ മേക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 65 ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ വിൻഡോ ഈസ് ഇൻ ദ ഫോം ഓഫ് എ റെക്റ്റാങ്കിൾ. വിൻഡോയുടെ ഫോം എങ്ങനെയാണ്? ഷേപ്പ് എങ്ങനെയാണ്? റെക്റ്റാങ്കുലർ ഫോം ആണ്. ദാറ്റ് ഈസ് സർമൗണ്ടഡ് ബൈ എ സെമി സർക്കിൾ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ദ പെരിമീറ്റർ ഓഫ് ദ വിൻഡോ ഈസ് 5 meters. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ ഈ ബൗണ്ടറി പോർഷൻസ്, ഈ കാണുന്ന ബൗണ്ടറി പോർഷൻസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കറക്റ്റ് ബൗണ്ടറി പോർഷൻസ് വേണേ, ഞാനിപ്പോൾ വരച്ചപ്പോൾ കുറച്ച് പുറത്തൂടെയൊക്കെ പോന്നു. ആ ബൗണ്ടറി പോർഷൻ്റെ ലെങ്ത്, ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് തന്നിരിക്കുന്നത്? 5 meter ആണ് തന്നിരിക്കുന്നത്. ഓക്കെ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇഫ് ആർ ഇസ് ദ റേഡിയസ് ഓഫ് ദി സെമി സർക്കിൾ. ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അതായത് ഈ സെമി സർക്കിളിൻ്റെ റേഡിയസിൻ്റെ വാല്യൂ 6 ആണ്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിനെ സംബന്ധിച്ച് അതിൻ്റെ ലെങ്ത് എത്രയായിട്ട് മാറി? ലെങ്ത് എന്ന് പറയുന്നത് 2r ആണ്. ആണല്ലോ. ബ്രെഡ്ത്തോ നോക്കിക്കേ, എക്സ് ഈസ് ദ ലെങ്ത് ഓഫ് ദി ലാർജർ സൈഡ്. എക്സ് ഈസ് ദി ലെങ്ത് ഓഫ് ദി ലാർജർ സൈഡ് ഓഫ് ദി റെക്റ്റാങ്കിൾ. ഓക്കെ. അപ്പം നമ്മുടെ ഇതാണ് ലെങ്ത്. അതിനെ നമ്മൾ എത്രയെന്ന് കൊടുക്കുന്നു? എക്സ് എന്ന് കൊടുക്കുന്നു. ഈ പോർഷൻ ചെറുതാകാം കേട്ടോ, റേഡിയസിൻ്റെ പോർഷൻ. നമ്മളിപ്പം വരച്ചിരിക്കുന്നതിൽ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് കാരണമാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ എന്താണ്? ഈ പോർഷന് കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് ലെങ്ത് ഉണ്ട്. ഇങ്ങനെയാണ് ഈ ഫിഗർ വരുന്നത്. ഈ മിഡിൽ ഈ ലൈൻ ഇല്ലെന്ന് അങ്ങ് ഓർത്തോ. ഓക്കെ. അപ്പോൾ ലാർജർ പോർഷൻ്റെ ലെങ്തിനെ എങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്? ലെങ്ത് ഓഫ് ലാർജർ സൈഡ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിൻ്റെ ലാർജർ സൈഡിനെ എക്സ് എന്ന് എടുത്തു. അപ്പോൾ ലെങ്ത് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എടുത്തു. അപ്പോൾ ബ്രെഡ്ത്തിൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 2r എന്നും വന്നല്ലേ. ഓക്കെ. അപ്പോൾ സ്മോളർ പോർഷൻ്റെ വാല്യൂ ആയിരിക്കും ബാക്കി പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആറിൻ്റെ ടേംസിലാണ്. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് എക്സും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2r-ഉമാണ്. ഓക്കെ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഫൈൻഡ് റിലേഷൻ ബിറ്റ്വീൻ ആർ ആൻഡ് എക്സ്. ആറിനെയും എക്സിനെയും കണക്ട് ചെയ്ത് ഒരു റിലേഷൻ എഴുതാൻ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ആകെ തന്നിരിക്കുന്ന കാര്യം എന്താ? പെരിമീറ്റർ ഓഫ് ദ വിൻഡോ ആണല്ലോ. പെരിമീറ്റർ ഓഫ് ദ വിൻഡോ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ നോക്കിക്കേ, വിൻഡോയുടെ പെരിമീറ്റർ എന്താണെന്ന് പറഞ്ഞു? ഈ സെമി സർക്കിളിൻ്റെ ഇത്രയും പോർഷൻ, സെമി സർക്കിളിൻ്റെ പെരിമീറ്റർ, അതായത് സർക്കംഫറൻസ് ഓഫ് സർക്കിൾ എന്താണെന്നറിയാം? ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ്, ബൗണ്ടറി പോർഷൻസിൻ്റെ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താ? 2πr. അതിൻ്റെ പകുതി ആയിരിക്കുകയല്ലേ സെമി സർക്കിളിൻ്റെ ബൗണ്ടറി പോർഷൻ്റെ വാല്യൂ? അതെ. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണെന്നറിയാം? πr. 2πrൻ്റെ ഹാഫ് എടുക്കുന്നു. 2πr ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ πr. ഇനി എന്താ വേണ്ടത്? ഇവിടുന്ന് താഴേക്കുള്ള ഈ ഒരു ലെങ്ത് അതെത്രയാണ്? അതിനെ എക്സ് എന്ന് വിളിച്ചത്. ഇനി ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമ്മൾ എഴുതി? 2r എന്ന് എഴുതി. റേഡിയസിൻ്റെ ഡബിൾ. ഈ പോർഷൻ തൊട്ട് ഈ പോർഷൻ വരെയുള്ള ലെങ്തും എന്താണ്? എക്സ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ വാല്യൂസ്, ഈ പെരിമീറ്റർ, ഈ ബൗണ്ടറി പോർഷൻസിൻ്റെ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? പെരിമീറ്റർ ഓഫ് വിൻഡോ എന്ന് പറയുന്നത്. ഇത്രയും ആയിരിക്കും എന്ത്? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും 5 meter. അപ്പോൾ നമുക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 2r പ്ലസ് എക്സ് പ്ലസ്
പൈ ആർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇസ് ഈക്വൽ ടു 5 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി എന്താ എഴുതുന്നത്? ലൈക്ക് ടൈംസ് ഒക്കെ ആഡ് ചെയ്തില്ലേ? ലൈക്ക് ടൈംസ് ഒക്കെ, അതായത് 2x പ്ലസ് 2r പ്ലസ് പൈ ആർ ഇസ് ഈക്വൽ ടു 5. ഇത്രയും എഴുതി. അതായത് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തു? ആറിലും എക്സിലും ഉള്ള ഒരു റിലേഷൻ അവർ ആറിലും എക്സിലും കണക്ട് ചെയ്ത് നമ്മൾ എഴുതി. ഇനി ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആറിൻ്റെ വാല്യൂ ഒക്കെ എഴുതണമെങ്കിൽ ജസ്റ്റ് അതും കൂടെ ഒന്ന് എഴുതി വെച്ചേക്കാം. 2x ഈക്വൽ ടു എത്രയാണെന്ന് എഴുതാൻ പറ്റും? 5 മൈനസ് 2r മൈനസ് പൈ ആർ എന്ന് എഴുതാമല്ലോ. അതായത് 5 മൈനസ് 6 കോമൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ 2 പ്ലസ് പൈ എന്ന് എഴുതാം. ഓപ്പൺ ചെയ്താൽ എന്തെന്നാണ് ഇടുന്നത്? മൈനസ് 2r മൈനസ് പൈ ആർ എന്ന് വരും. ഓക്കെ. ഇനി അടുത്ത സെക്ഷൻ എന്താണെന്ന് നോക്കിയേ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ വിൻഡോ ഇൻ ടേംസ് ഓഫ് ആർ. വിൻഡോയുടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. വിൻഡോയുടെ ഷേപ്പ് എങ്ങനെയായിരുന്നു? ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് ഉണ്ട്. പിന്നെ എന്താണ്? അതിൻ്റെ ടോപ്പ് പോർഷനിൽ ഒരു സെമി സർക്കുലർ പോർഷനും ഉണ്ട് അല്ലേ? ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പോർഷൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും സെമി സർക്കിളിൻ്റെ ഏരിയയും കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ ബി പോർഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ഏരിയ ഓഫ് വിൻഡോ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്താൽ മതി? ഏരിയ ഓഫ് റെക്റ്റാങ്കിളും ഏരിയ ഓഫ് സെമി സർക്കിളും കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? നമ്മൾ എഴുതിയായിരുന്നു ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ എത്രയാണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ് ആണെന്ന് എഴുതിയായിരുന്നു. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2r ആണെന്ന് എഴുതിയായിരുന്നു. റേഡിയസ്, സർക്കിളിനെ സംബന്ധിച്ച് റേഡിയസ് എന്താണ്? 6 ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എഴുതാം ഏരിയ ഓഫ് റെക്റ്റാങ്കിളിൻ്റെ ഫോർമുല ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്തും ബ്രെഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 2r ഇൻറ്റു അല്ലെങ്കിൽ എക്സ് ഇൻറ്റു 2r എന്ന് എഴുതാം. പ്ലസ് ഏരിയ ഓഫ് സെമി സർക്കിൾ. സർക്കിളിൻ്റെ ഏരിയ എത്രയാണ്? പൈ ആർ സ്ക്വയർ. ഇപ്പോൾ സെമി സർക്കിളിൻ്റെ ഏരിയ ആകുമ്പം പൈ ആർ സ്ക്വയറിൻ്റെ ഹാഫ്. പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇനി എന്ത് ചെയ്യുന്നു? നമുക്കിവിടെ എന്തിൻ്റെ വാല്യൂ അറിയാം? 2xൻ്റെ വാല്യൂ അറിയാം. ഇൻ ടേംസ് ഓഫ് ആറിൻ്റെ ടേംസിൽ മാത്രമായിട്ട് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 2xൻ്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ തൊട്ടപ്പുറത്തെ പേജിൽ എഴുതിയായിരുന്നു അല്ലേ? 2x ഇസ് ഈക്വൽ ടു 5 മൈനസ് r ഇൻറ്റു 2 പ്ലസ് പൈ ആണ്. അപ്പോൾ നമ്മൾ അത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 5 മൈനസ് r ഇൻറ്റു 5 മൈനസ് r ഇൻറ്റു 2 പ്ലസ് പൈ ഇൻറ്റു r പ്ലസ് പൈ ആർ സ്ക്വയർ ബൈ 2 എന്ന് ഓപ്പൺ ചെയ്ത് സോൾവ് ചെയ്ത് നോക്കാം എത്ര കിട്ടുമെന്ന്. നോക്കിക്കേ. 5r മൈനസ് 2r സ്ക്വയർ മൈനസ് പൈ ആർ സ്ക്വയർ. ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ആറുണ്ട്, റൈറ്റ് സൈഡിൽ ഒരു ആറുണ്ട്. ഓക്കെ. പ്ലസ് പൈ ആർ സ്ക്വയർ ബൈ 2. പൈ ആർ സ്ക്വയർ ബൈ 2 ഉണ്ട്, മൈനസ് പൈ ആർ സ്ക്വയറും ഉണ്ട്. അപ്പോൾ -1 + 1/2 എന്നാണെങ്കിൽ എത്ര വരും? -1/2 എന്ന് വരും അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ എങ്ങനെ എഴുതാൻ പറ്റും? 5r മൈനസ് 2r സ്ക്വയർ മൈനസ് പൈ ആർ സ്ക്വയർ ബൈ 2 എന്ന് വന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഏരിയ ഓഫ് വിൻഡോ എ ഓഫ് എക്സ് എന്ന് പറയുന്നത്, എ ഓഫ് ആർ എന്ന് പറയുന്നത് റേഡിയസിൻ്റെ ടൈംസിലല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം ഇതിനെ? എ ഓഫ് ആർ, ഏരിയ ഓഫ് വിൻഡോ ഇൻ ടേംസ് ഓഫ് ആർ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? എ ഓഫ് ആർ. എ ഓഫ് ആറിൻ്റെ വാല്യൂ എത്രയാണെന്ന് എഴുതി. ഇനി നോക്കിക്കേ. ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് ദ വിൻഡോ സോ ദാറ്റ് ദ ഗ്രേറ്റസ്റ്റ് പോസിബിൾ, ഗ്രേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം, പോസിബിൾ ലൈറ്റ് മേ ബി അഡ്മിറ്റഡ്. അപ്പം മാക്സിമം ലൈറ്റ് കടന്നു വരണമെങ്കിൽ ഈ വിൻഡോയുടെ ഡയമെൻഷൻസ് എത്രയൊക്കെ ആയിരിക്കും? ലെങ്ത് എത്രയാണ്, അതുപോലെ ബ്രെഡ്ത്ത് എത്രയാണ്? ബ്രെഡ്ത്ത് ഇൻ ടേംസ് ഓഫ് ആർ ആണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ എത്രയാണ്, ലെങ്തിൻ്റെ വാല്യൂ എത്രയാണെന്നും, അതായത് എക്സിൻ്റെ ടേംസിലുള്ള കാര്യം എന്താണെന്നും പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് നോക്കുന്നു? മാക്സിമൈസ് ചെയ്യണം. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചെക്ക് ചെയ്യുന്നു, ചെയ്യാൻ പോവാണ്. നോക്കിക്കേ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എ ഓഫ് ആറിൻ്റെ വാല്യൂ. എ ഓഫ് ആറിൻ്റെ വാല്യൂവിനെ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കയറ്റി എഴുതാം. എന്നിട്ട് ബാക്കി എറേസ് ചെയ്ത് കളഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യും, ബാക്കി ചെയ്യാൻ സ്പേസ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ വരുന്നത് എന്ത്?
എ ഓഫ് ആർ ഇസ് ഈക്വൽ ടു 5r മൈനസ് 2r സ്ക്വയർ മൈനസ് പൈ ആർ സ്ക്വയർ ബൈ 2. ഇനി എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നു. എയുടെ ഡെറിവേറ്റീവ് ഡി എ ബൈ വിത്ത് റെസ്പെക്ട് ടു എല്ലാ ടൈംസും ആറില്ല. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ആറിൽ വേണം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ഡി എ ബൈ സെക്കൻഡ് സെക്ഷൻ ചെയ്യാനായിട്ട് സി പാർട്ട് ഡി എ ബൈ ഡി ആർ വിച്ച് ഈസ് ഈക്വൽ ടു എടുക്കുന്നു. 5r ഡെറിവേറ്റീവ് എത്രയാണ്? 5 മൈനസ് 2 ഇൻറ്റു ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു 2r എന്ന് വരും. അപ്പോൾ 4r എന്ന് എഴുതാം. മൈനസ് 1/2 ഇൻറ്റു പൈ ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് പൈ കോൺസ്റ്റൻ്റ് ആണ്. ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ആണ്. 2ഉം 2ഉം ക്യാൻസലായി. ഇനി ഡി എ ബൈ ഡി ടിനെ 0 ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ വരും? 5 മൈനസ് 4r മൈനസ് പൈ ആർ ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യുന്നു? ആ നെഗറ്റീവ് ആയിട്ടുള്ള സെക്ഷനൊക്കെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ എങ്ങനെ വരും? 5 ഈക്വൽ ടു 4r പ്ലസ് പൈ ആർ എന്ന് വന്നു. ആറിനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തപ്പം 4 പ്ലസ് പൈ ഇസ് ഈക്വൽ ടു 5. അതായത് ആറിൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? ആർ ഇസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 4 പ്ലസ് പൈ എന്ന് കിട്ടി. അപ്പം ബ്രെഡ്ത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇൻ ടേംസ് ഓഫ് ആർ ആയതുകൊണ്ട് എന്താണ് ഇതിൻ്റെ ഡബിൾ 10 ഡിവൈഡഡ് ബൈ 4 പ്ലസ് പൈ എന്ന് കിട്ടി. ഇനി എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കണം അല്ലേ? എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 2x എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടായിരുന്നല്ലോ. എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് അറിയാൻ 2x എത്രയാണെന്ന് നോക്കിയിട്ട് ബാക്കി കണ്ടുപിടിച്ചാൽ പോരെ. എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കിയാൽ മതി. 2x എന്തായിരുന്നു? 5 മൈനസ് r ഇൻറ്റു 2 പ്ലസ് പൈ. ഇനി എന്ത് ചെയ്യുന്നു? ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. 5 മൈനസ് ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 5/4 പ്ലസ് പൈ ഇൻറ്റു 2 പ്ലസ് പൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എത്ര കിട്ടും? 5 ഇൻറ്റു ഓക്കെ എഴുതാം. 5 ഇൻറ്റു 4 പ്ലസ് പൈ മൈനസ് 5 ഇൻറ്റു 2 പ്ലസ് പൈ ഡിവൈഡഡ് ബൈ 4 പ്ലസ് പൈ. ഇനി ഓപ്പൺ ചെയ്തേ. 5 4s are 20 മൈനസ് 5 പൈ മൈനസ് 5 2s are 10 മൈനസ് 5 പൈ. ഇവിടെ പ്ലസ് അല്ലേ? 5 ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 5 പൈ. പോസിറ്റീവ് 5 പൈ നെഗറ്റീവ് 5 പൈ ക്യാൻസലായി. ഇനി 20 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 10 ഡിവൈഡഡ് ബൈ 4 പ്ലസ് പൈ. അതാണ് എന്ത്? 2xൻ്റെ വാല്യൂ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1/2 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 4 പ്ലസ് പൈ. ഈ 2ഉം ക്യാൻസൽ 10ഉം ക്യാൻസൽ ആക്കുമ്പോൾ ഇവിടെ എത്രയെന്ന് കിട്ടും? 5 2s ആണല്ലോ 10. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 5/4 പ്ലസ് പൈ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5/4 പ്ലസ് പൈ ആയിരിക്കും. റേഡിയസിൻ്റെ വാല്യൂവും 5/4 പ്ലസ് പൈ തന്നെ. ബ്രെഡ്ത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 10/4 പ്ലസ് പൈ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഡയമെൻഷൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് ദ വിൻഡോ. അപ്പോൾ ആറിൻ്റെ ടൈംസിലും എക്സിൻ്റെ ടൈംസിലും പറഞ്ഞാൽ മതി. 6ഉം എക്സും എന്താണ്? 5/4 പ്ലസ് പൈ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ലോക്കൽ മാക്സിമം വാല്യൂ ആൻഡ് ലോക്കൽ മിനിമം വാല്യൂ വിച്ച് എവർ എക്സിസ്റ്റ്. ഇതിൽ ഏതോ ഒരെണ്ണം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ഏതെങ്കിലും ഒരെണ്ണം ഉള്ളെങ്കിൽ ഒരെണ്ണം കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫംഗ്ഷൻ എന്താ തന്നിരിക്കുന്നത്? 4x² + 1/x. അപ്പോൾ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കണ്ടുപിടിക്കണം. മാക്സിമം മിനിമം കണ്ടുപിടിക്കുന്ന സെയിം പ്രൊസീജിയർ തന്നെ. f'(x) സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. 4 ഇൻറ്റു x² ഡെറിവേറ്റീവ് എത്രയാണ്? 2x പ്ലസ് 1/xൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്? -1/x². ഇനി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 2s are 8x മൈനസ് 1/x². ഇനി എന്ത് ചെയ്യണം? f'(x)നെ 0യോട് ഇക്വേറ്റ് ചെയ്യുന്നു. f'(x)നെ 0യോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 8x മൈനസ് 1/x² ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. 8x മൈനസ് 1/x² ഇസ് ഈക്വൽ ടു 0. നെഗറ്റീവ് ആയിട്ടുള്ള സെക്ഷൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. 8x ഇസ് ഈക്വൽ ടു 1/x². ഇനി എങ്ങനെ എഴുതാൻ പറ്റും? ഈ
എക്സ് സ്ക്വയറിൻ്റെ ടൈം ഇപ്പുറത്തേക്കും കൊണ്ടുപോയാൽ എക്സ് ക്യൂബ് 8നെ താഴേക്കും ഡിനോമിനേറ്ററിലേക്കും കൊണ്ടുവരുന്നു. എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 1/8. എങ്ങനെ എഴുതാം? എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 1/2 ക്യൂബ് എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 1/2. ഓക്കെ ആണല്ലോ. എക്സിൻ്റെ വാല്യൂ 1/2. ഇനി എന്താ? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 8xൻ്റെ ഡെറിവേറ്റീവ് 8 മൈനസ് എത്രയാണെന്ന് വരും? -2/x ക്യൂബ് എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു 8 + 2/x ക്യൂബ്. 8/2/x ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണെന്ന് വരുന്നത്? പോസിറ്റീവ് അല്ലേ? എക്സ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഏതൊരു നമ്പറിൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ അതെന്തായിരിക്കും? പോസിറ്റീവാണ്. അതുപോലെ 8ഉം 2ഉം പോസിറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാം. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എങ്ങനെയായിരിക്കും? മിനിമം. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ലോക്കൽ മിനിമം അല്ലേ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ലോക്കൽ മിനിമം എവിടെയായിരിക്കും? അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1/2. അപ്പോൾ ലോക്കൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എഴുതണം. therefore എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1/2. അതായത് എഫ് ഓഫ് എക്സ് അറ്റൈൻസ് ലോക്കൽ മിനിമം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1/2. അപ്പോൾ എഫ് ഓഫ് 1/2 എത്രയാണെന്ന് നോക്കുന്നു. എത്ര കിട്ടുന്നു? 4 × 1/4 1 എന്ന് വന്നു പ്ലസ് 1/2. 1 + 1/2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 3/2. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് 1/2ൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എഫ് ഓഫ് 1/2ൻ്റെ വാല്യൂ എത്രയാണ്? 3/2 എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെന്താണ്? ലോക്കൽ മിനിമം വാല്യൂ ആണ്. ലോക്കൽ മിനിമം. ഓക്കെ, ലോക്കൽ മിനിമം കിട്ടുന്നത് ഏത് പോയിന്റിലാന്ന് നോക്കുവാണ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1/2. ലോക്കൽ മിനിമം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1/2ലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എഫ് ഓഫ് ലോക്കൽ മിനിമം വാല്യൂ എത്രയാണെന്ന് ചെക്ക് ചെയ്യുന്നു. എഫ് ഓഫ് 1/2 എത്രയാണെന്ന് നോക്കിയാൽ മതി. എഫ് ഓഫ് 1/2ൻ്റെ വാല്യൂ 4 × 1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1/, എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 4 × 1/2ൻ്റെ സ്ക്വയർ 1/4 പ്ലസ് 1/1/2. 1/2ൻ്റെ റെസിപ്രോക്കൽ എത്ര വരും? 2 എന്ന് വരും അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 1 + 2 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലോക്കൽ മിനിമം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 ഈസ് എഫ് ഓഫ് 1/2 ഈസ് ഈക്വൽ ടു 3. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് നെയ്തർ മാക്സിമ നോർ മിനിമ. ഫംഗ്ഷന് മാക്സിമേ ഇല്ല, മിനിമേ ഇല്ല. അതായത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഈക്വൽ ടു 0 എന്നാണ് വരേണ്ടത് അല്ലേ? നോക്കാം. എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 4 3 are 12 എക്സ് സ്ക്വയർ മൈനസ് 18 × എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3x² പ്ലസ് 27. ഇനി എന്ത് ചെയ്യുന്നു? എഫ് ഡാഷ് ഓഫ് എക്സിനെ 0യോട് ഇക്വേറ്റ് ചെയ്യുന്നു. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുന്നു? 12x² മൈനസ് 18 × 3 എന്ന് പറയുന്നത് എത്ര വരുന്നത്? സോറി, ക്വസ്റ്റ്യനിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. 8 രണ്ടിടത്തും ക്യൂബ് അല്ലേ വന്നിരിക്കുന്നത്? 4x³ മൈനസ് 18x² എന്നാണ് കേട്ടോ. 4x³ മൈനസ് 18x². അപ്പോൾ എങ്ങനെ വരും? x² ഡെറിവേറ്റീവ്
എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എത്ര വരും? 2x എന്നാണ് വരുന്നത്. പ്ലസ് 27xൻ്റെ ഡെറിവേറ്റീവ് 27. ഓക്കെ, അപ്പം 18 × 2 എന്ന് പറഞ്ഞാൽ 36. എക്സ് പ്ലസ് 27 ഇസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ എങ്ങനെ എഴുതുന്നു? 3 ഔട്ട്സൈഡ് എടുത്ത് ഈ സെക്ഷനെ നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു 3 × 2x - 3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? f ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് നമ്മൾ എഴുതിയായിരുന്നു ഈ സെക്ഷൻ 3 0 ആയിപ്പോയി. അല്ലാതെ റിമെയിൻ ചെയ്യുന്ന സെക്ഷൻ എന്താണ്? 2x - 3 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. അതായത് പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ സ്ക്വയർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താലും ആ ഇൻസൈഡിലുള്ള പോർഷനെ നമുക്ക് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാമല്ലോ. 2x - 3 ഈസ് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും? 3/2 എന്ന് കിട്ടി. ഇനി നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്നു. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് സെക്കൻഡ് ഡെറിവേറ്റീവ് എത്രയാണെന്ന് വരും? എവിടെ നോക്കാം? ഈ സെക്ഷനിലേക്ക് നോക്കാം അല്ലേ. അപ്പോൾ അവിടെ എങ്ങനെ വരും? 12 2s are 24x മൈനസ് 36. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 3/2 എത്ര വരും നോക്കാം? 24 × 3/2 മൈനസ് 36. 2ഉം 24ഉം കട്ട് ചെയ്യുമ്പോൾ 12. 12 3s are 36. അപ്പോൾ എത്രയാണെന്ന് കിട്ടി? 36 മൈനസ് 36. അപ്പോൾ എത്രയാണെന്ന് കിട്ടി? 0 എന്ന് തോന്നും. therefore നമുക്ക് എന്ത് പറയാം? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 3/2. therefore എന്താ പറയാൻ പറ്റുന്നത്? എഫ് ഓഫ് എക്സ് ഹാസ് നെയ്തർ, അതായത് ഈ പോയിന്റിലായിരിക്കും, ഇതാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഈ പോയിന്റിൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇൻക്രീസിങ്ങോ അല്ലെങ്കിൽ ഫംഗ്ഷന് മാക്സിമയോ മിനിമയോ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഹാസ് നെയ്തർ മാക്സിമ നോർ മിനിമ. ഈ കേസിൽ ആ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിൽ ചെയ്യുന്നു എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമം വാല്യൂസ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു. അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ഇക്വേറ്റ് ചെയ്യുക. ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, നോക്കാം. x/2ൻ്റെ ഡെറിവേറ്റീവ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, അപ്പോൾ 1/2 എന്ന് വരുന്നു. പ്ലസ് 2 × 1/xൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്? -1/x². ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? എഫ് ഡാഷ് ഓഫ് എക്സിനെ 0യോട് ഇക്വേറ്റ് ചെയ്യുന്നു. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് 1/2 മൈനസ് 2/x²നെ 0യോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 1/2 ഈസ് ഈക്വൽ ടു 2/x². ഇനി x² ലെഫ്റ്റിലേക്ക് എടുക്കുന്നു. x² ഈസ് ഈക്വൽ ടു 4. എക്സ് ഈസ് ഈക്വൽ ടു +or-2 ആണല്ലോ. നോക്കണം എക്സിന് കിട്ടിയ വാല്യൂസ് ഇൻ്റർവെല്ലിനുള്ളിലാണോ ലൈ ചെയ്യുന്നതെന്ന് നോക്കണം. എക്സിന് ഏതൊക്കെ വാല്യൂസാണ് കിട്ടിയത്? എക്സ് ഈസ് ഈക്വൽ ടു 2 ഓർ എക്സ് ഈസ് ഈക്വൽ ടു -2. പക്ഷെ -2 ഇൻ്റർവെല്ലിനുള്ളിലാണോ? അല്ല. -2 നോട്ട് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ 1 2. therefore എക്സ് ഈസ് ഈക്വൽ ടു 2 മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട്. ഇനി ഈ ക്രിട്ടിക്കൽ പോയിന്റ്സിലും അതുപോലെ എക്സ്ട്രീം പോയിന്റ്സിലും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യണം. നമ്മുടെ ഈ ക്രിട്ടിക്കൽ പോയിന്റ് 2 തന്നെ നമ്മുടെ എക്സ്ട്രീം പോയിന്റുമാണ്. അപ്പോൾ എഫ് ഓഫ് 1ലും എഫ് ഓഫ് 2ലും വാല്യൂസ് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 1/2 പ്ലസ് 2/1 വിച്ച് ഈസ് ഈക്വൽ ടു 1/2 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 2.5 എന്ന് പറഞ്ഞാൽ 2.5 വിച്ച് ഈസ് ഈക്വൽ ടു അടുത്തതോ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2/2 പ്ലസ് 2/2 വിച്ച് ഈസ് ഈക്വൽ ടു 1 + 1 2 എന്ന് കിട്ടി. അപ്പോൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് മാക്സിമം ആകുന്നത്, അബ്സല്യൂട്ട് മാക്സിമം എവിടെയാണ്? അബ്സല്യൂട്ട് മാക്സിമം അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1ലാണ്. അബ്സല്യൂട്ട് മിനിമം എവിടെയാണ്? അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 2ലും. ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ. അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കാണാൻ എന്ത് ചെയ്യുന്നു? എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കുന്നു. ക്രിട്ടിക്കൽ പോയിന്റ്സിലും എക്സ്ട്രീം പോയിന്റ്സിലും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുന്നു. മാക്സിമം എവിടെയാണോ അവിടെ ആയിരിക്കും അബ്സല്യൂട്ട് മാക്സിമം. മിനിമം വാല്യൂ എവിടെയാണോ അവിടെ ആയിരിക്കും അബ്സല്യൂട്ട് മിനിമം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.